ചരിത്രത്തിൻ്റെ ഗംഭീരമായ ഓർമ്മപ്പെടുത്തലായി നരിവേട്ട തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. മലയാളത്തിൽ അപൂർവമായ ഒരു അടിമുടി രാഷ്ട്രീയ സിനിമയായി നരിവേട്ട മാറിക്കഴിഞ്ഞു. സിനിമ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയം സ്റ്റേറ്റ് വയലൻസ് ആണെങ്കിലും മണ്ണിൻ്റെ മക്കൾ കിടപ്പാടത്തിനായി പോരാടിയപ്പോൾ മുത്തങ്ങക്കാടുകളിൽ തോക്കുകൾ ചോര തുപ്പിയ കഥയാണ് നരിവേട്ടയുടെ പ്രധാന റെഫറൻസ്. അതുകൊണ്ട് മുത്തങ്ങ സമരം വീണ്ടും ചർച്ചയാവാൻ സിനിമ കാരണമായിരിക്കുന്നു. 2001 99 സീറ്റിൻ്റെ വലിയ ഭൂരിപക്ഷവുമായി അധികാരത്തിൽ വന്ന AK ആൻ്റണി ആദിവാസി സമൂഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വന്നപ്പോഴാണ് മുത്തങ്ങയിൽ ഗോത്രസഭയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നതും ആ സമരത്തിന് നേരെ 2003 ഫെബ്രുവരി 19 വെടിവെപ്പുണ്ടാകും. അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാവായിരുന്നു CK ജാനു. അതുകൊണ്ട് തന്നെ മുത്തങ്ങ സമരം എന്ന് കേട്ടാൽ ആദ്യം ആർക്കും ഓർമ്മയിൽ വരുന്നൊരു പേരാണ് CK ജാനുവിൻ്റേത്. നരിവേട്ടയിൽ CK ജാനുവിൻ്റെ വേഷം ചെയ്തിരിക്കുന്ന ആര്യ സലീമിൻ്റെ CK ശാന്തി ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. രതീഷ് കുമാർ സംവിധാനം ചെയ്ത തൃശ്ശിവപ്പേരൂർ ക്ലിപ്തത്തിലൂടെയാണ് ആര്യ മലയാള സിനിമയിൽ തുടക്കമിടുന്നത്. തുടർന്ന് ഈമയവ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഫ്രഞ്ച് വിപ്ലവം, മിന്നൽ മുരളി തുടങ്ങിയ സിനിമകളിലും വേഷമിട്ടു. ഈമയവിലെ ചെമ്പൻ വിനോദിൻ്റെ ഈശി എന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയായ എലിസബത്ത് ആര്യയുടെ ശ്രദ്ധേയ വേഷങ്ങളിൽ ഒന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജോഗിയെ ഇറക്കിക്കൊണ്ടു പോകുന്ന ഇൻട്രോ സിനിമയിൽ CK ശാന്തിയുടെ റോൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു നേതാവിൻ്റെ ഭാഷയും ആറ്റിറ്റ്യൂഡും നടത്തവും എല്ലാം കൊണ്ടും CK ജാനു ആര്യ സലീമിൽ ഭദ്രമായിരുന്നു. വയനാട്ടിലെ ആദിവാസി ഗ്രാമങ്ങളാണ് CK ജാനുവിൻ്റെ സമരഭൂമിക. ബാല്യത്തിൽ തന്നെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ജീവിതം പഠിപ്പിച്ച കാഠിന്യങ്ങളിൽ നിന്നാണ് ജാനു നേതാവായി വളർന്നത്. നീണ്ട ദശകങ്ങളായി അരികവൽക്കരിക്കപ്പെട്ട ആദിവാസികളുടെ മാതാവായി, അവരുടെ ശബ്ദമായി, അവരുടെ വിചാരശക്തിയായി ജനിച്ച ജാനു കേരളത്തിലെ തന്നെ ആദ്യ ആധുനിക ആദിവാസി രാഷ്ട്രീയ നേതാവായി മാറുകയായിരുന്നു. ആ സമരചരിത്രത്തിലെ മായ്ച്ചു കളയാനാവാത്ത ചോരക്കറയുള്ള ഒരു കറുത്ത അധ്യായമായിരുന്നു മുത്തങ്ങ സമരം. നിയമപരമായി ലഭിക്കേണ്ട ഭൂമിയുടെ അവകാശം ആവശ്യപ്പെട്ട് ആദിവാസികൾ വയനാട്ടിലെ മുത്തങ്ങയിൽ ചെന്ന് അവരുടെ മാത്രം ഭൂമിയെന്ന് അവർ വിശ്വസിച്ചിരുന്ന വനമേഖലയിൽ ചെറിയ കുടിലുകൾ കെട്ടി തുടങ്ങിയ സമരം. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ജാനുവും ഗീതാനന്ദനുമായിരുന്നു. സിനിമയിൽ ഗീതാനന്ദന് കാര്യമായ റോളില്ലെങ്കിലും ജാനുവിനെ CK ശാന്തിയിലൂടെ ചെറുതായെങ്കിലും സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. മുത്തങ്ങയിൽ നടന്ന ആദിവാസി സമരവും അതിനെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ അടിച്ചമർത്തിയതുമാണ് സിനിമയുടെ ബേസെങ്കിലും അത് സിനിമയിൽ എവിടെയും ഉറക്കെ പറയുന്നില്ല. പക്ഷെ കുറ്റക്കാർ ആദിവാസികളല്ല, മറിച്ച് സ്റ്റേറ്റും പോലീസുമാണെന്ന് നായകൻ പറയുന്നുണ്ട്. എന്നാൽ CK ജാനുവിൻ്റെ ആത്മകഥയായ അടിമമക്കയിൽ അന്ന് എന്തായിരുന്നു സംഭവിച്ചതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എവിടെയും രേഖപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയ സമര ചരിത്രം കൂടിയായിരുന്നു അടിമമക്കയിൽ ജാനു പങ്കുവച്ചത്. യാതനകളിലൂടെ വളർന്നു വന്ന ഒരു ആദിവാസി സ്ത്രീ തൻ്റെ സമൂഹത്തിൻ്റെ ആകെ പ്രതിനിധാനത്തിലേക്ക് മുന്നേറുകയും ഇന്ത്യൻ ആദിവാസി സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാന അധ്യായമായി മാറുകയും ചെയ്ത അനുഭവം തീവ്രമായി പകർത്തിവെച്ച ഒരു ആത്മകഥ കൂടിയാണ് അടിമമക്ക. വയനാട്ടിലെ ആദിവാസി ജനതയോട് അധികാരവും രാഷ്ട്രീയവും ഭൂ ഉടമകളും നടത്തിയ കൊടും ക്രൂരതയുടെയും വഞ്ചനയുടെയും കഥ നരിവേട്ട കണ്ട മലയാളികൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ്. സമരത്തിന് നേതൃത്വം കൊടുത്ത CK ജാനുവിനെ പോലീസ് ഒരു ഭീകരവാദിയെ പോലെയായിരുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അന്ന് പോലീസ് കൊണ്ടുപോയി എന്തൊക്കെ ചെയ്തുവെന്ന് ജാനു എഴുതുന്നുണ്ട്. എന്നെ തലമുടിയോടുകൂടി ചുരുട്ടിപ്പിടിച്ച് സീറ്റിൻ്റെ കമ്പിയിൽ തുടരെ ഇടിച്ചു. തുടയിൽ ബൂട്ടിട്ട് ചവിട്ടി ഞെരിച്ചു. ശരീരത്തിൽ നിന്ന് ഇറച്ചി കൊത്തിപ്പറിക്കുന്ന വേദനയായിരുന്നു. കാലിൻ്റെ മേൽ ബൂട്ടിട്ട് ചവിട്ടിപ്പിടിച്ച് തിരിച്ചു. അപ്പോൾ പ്രാണൻ പോകുന്ന പോലെയായിരുന്നു തോന്നിയിരുന്നത്. ബൂട്ടിട്ട് അടിവയറ്റിൽ തൊഴിച്ചപ്പോൾ ഞാൻ അറിയാതെ മൂത്രമൊഴിച്ചു പോയെന്നും കറുപ്പ് രക്തം വരാൻ തുടങ്ങിയെന്നും ജാനു എഴുതുന്നുണ്ട്. സമരം നടന്ന സമയത്ത് ജോഗിയണ്ണൻ മാത്രമേ മരിച്ചുള്ളൂ എന്നും പോലീസിൻ്റെ ക്രൂര മർദ്ദനങ്ങൾക്കിരയായി പിന്നീട് ഓരോരുത്തരായി മരിക്കുകയായിരുന്നുവെന്നും പറയുന്ന ആത്മകഥയിൽ പോലീസ് മർദ്ദനത്തിൽ ദുരിതം പേറിയവരുടെ അനുഭവങ്ങളും വിവരിക്കുന്നുണ്ട്. പോലീസ് അടി തുടങ്ങിയപ്പോൾ 9 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമായി കാട്ടിലേക്ക് ഓടിപ്പോവേണ്ടി വന്ന പുലിത്തൂക്കി കോളനിയിലെ മാളു ദിവസങ്ങളോളം കാട്ടിൽ പെട്ടുപോയി. അവശതയിലായ അമ്മയെയും കുഞ്ഞിനെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. കുഞ്ഞിൻ്റെ മരണവും ഭാര്യയുടെ അറസ്റ്റും മാനസികമായി തകർത്തുകളഞ്ഞ നാരായണനും മരിച്ചു. ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങിയ ഞേണൻ 3-ാം ദിവസം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. മർദ്ദനമേറ്റ് മനോനില തെറ്റി പിന്നീട് തൂങ്ങി മരിച്ച ഗോപാലൻ, മർദ്ദനത്തിനിരയായി ആരോഗ്യം തകർന്ന് ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ച പെരുവൻ തുടങ്ങി 25ഓളം പേരാണ് കസ്റ്റഡിയിലെ മാനസിക ശാരീരിക പീഡനത്തെ തുടർന്ന് മരിച്ചതെന്ന് ആത്മകഥയിൽ CK ജാനു വെളിപ്പെടുത്തുന്നു. സിനിമയിൽ പറയാത്തതും കേരളം ഇന്നുവരെ ചർച്ച ചെയ്യാൻ മടിച്ചതുമായ സത്യങ്ങൾ അടിമമക്കയിൽ ജാനു നിർഭയം എഴുതുന്നുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നത്. ആദർശധീരനായ മുഖ്യമന്ത്രി അധികാരത്തിലിരുന്ന സമയത്ത്
സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ ജീവിക്കുന്ന ആദിവാസികൾക്ക് നേരെ നടത്തിയ അതിക്രൂരമായ നരനായാട്ടിൽ കേരളീയ സമൂഹത്തിന് തന്നെ ലജ്ജിച്ച് തലകുനിക്കേണ്ടി വന്നു. പ്രതികരിക്കുന്നവരെ മാവോയിസ്റ്റുകളാക്കുന്നത് ഭരണകൂട അജണ്ടയാണ്. കേരളത്തിലെ മുഴുവൻ പോലീസും പട്ടാളവും മുത്തങ്ങയിൽ അരിച്ചു പെറുക്കിയിട്ടും ഒരു ഓലപ്പടക്കം പോലും കിട്ടിയിരുന്നില്ല. മാധ്യമങ്ങളടക്കം മുഴുവൻ സംവിധാനങ്ങളും അന്ന് ഞങ്ങൾക്കെതിരായിരുന്നു. ഭൂരഹിതരായ ആദിവാസികളുടെ സമരം എന്ന നിലയിലല്ല, തീവ്രവാദ സംഘടനയുടെയും മാവോയിസ്റ്റുകളുടെയും സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ മുത്തങ്ങ സമരത്തെ ഫോക്കസ് ചെയ്തിരുന്നത്. എന്താണ് മുത്തങ്ങയിൽ അന്ന് സംഭവിച്ചതെന്നും എങ്ങനെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റവും സോഷ്യൽ സിസ്റ്റവും അന്ന് പ്രവർത്തിച്ചതെന്നും വെളിപ്പെടുത്തുന്ന CK ജാനുവിൻ്റെ ആത്മകഥ അടിമമക്ക ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ടത് തന്നെയാണ്. ആ അർത്ഥത്തിൽ ആദിവാസികളുടെ ജീവിത പ്രശ്നമായ ഭൂമിയും അവരോട് സ്റ്റേറ്റ് കാണിച്ച അനീതിയും വീണ്ടും ചർച്ച ചെയ്യാൻ ഉറപ്പായും പ്രേരിപ്പിക്കുന്നു അനുരാജ് മനോഹറിൻ്റെ നരിവേട്ട.